ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകൾ സമ്മാനിച്ച് പ്രിയപ്പെട്ട പ്രജകളെ കാണാനായി മഹാബലി തമ്പുരാൻ ഗ്രാമത്തിലേക്ക് എഴുന്നള്ളുന്നു. ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുമ്പോൾ ഒരു മരത്തണലിൽ പകിട കളിക്കുന്നവരെ അദ്ദേഹം കണ്ടു. തന്ത്രശാലിയായ കേളുവും ഒരു സാധു മനുഷ്യനും. പണയം വെച്ചുള്ള കളി കണ്ട് മഹാബലിയുടെ രാജധർമ്മം ഉണർന്നു. പണം വെച്ചുള്ള ഈ കളി ശരിയല്ല എന്ന് അദ്ദേഹം അവരെ ഉപദേശിച്ചു. എന്നാൽ അഹങ്കാരിയായ കേളുവിന് അത് രസിച്ചില്ല. അയാൾ മഹാബലിയെ പരിഹസിച്ചു, കളിക്കാൻ വെല്ലുവിളിച്ചു. മഹാബലിയുടെ വാക്കിനെ ധിക്കരിച്ച് അയാൾ കളി ആരംഭിച്ചു. കളി കനത്തു. ഒടുവിൽ വിധി മഹാബലിയെ തോൽപ്പിച്ചു. കേളുവിന്റെ കൗശലത്തിനു മുന്നിൽ മഹാബലിക്ക് പിടിച്ചു നിൽക്കാനായില്ല. തോൽവിക്ക് പിന്നാലെ കേളു തന്റെ കൗശലവും പുറത്തെടുത്തു. മാന്ത്രിക ശക്തിയാൽ അവൻ മഹാബലിയുടെ ശരീരത്തിൽ പ്രവേശിച്ചു. മഹാബലിയുടെ ആത്മാവ് മന്ത്രവാദിയുടെ ശരീരത്തിലും. അതിശയത്തോടെ മഹാബലി നോക്കി നിൽക്കെ കേളു തന്റെ ദുഷ്കലാക്കുകളുമായി ഓടിമറഞ്ഞു. 10 ദിനങ്ങൾ മാത്രം ബാക്കിയാക്കി മഹാബലി തന്റെ യഥാർത്ഥ രൂപം വീണ്ടെടുക്കാനാവാതെ വിഷമിച്ചു നിന്നു. ഇവിടെ എന്താ നടക്കുന്നേ? അറിഞ്ഞില്ലേ? ഇവിടെ ഇന്റൽ ഗ്രൂപ്പിന്റെ ഒരു കിൻഡൽ ഓണ പ്രോഗ്രാമാണ്. ഓഹോ, ഇത് ഇത്ര വലിയ പരിപാടിയാണോ? ഓണത്തെ കുറിച്ച് അറിയാത്ത താൻ ആരാ? അത് ശരി, ഞാനാണ് മാവേലി. താനോ മാവേലി? അപ്പൊ ആ നിക്കുന്നതാരാ? താനാണോ മാവേലി? താൻ ഏത് രാജ്യത്തെ മാവേലിയാ? നമ്മ മട്ടാഞ്ചേരിക്കാരനാണ് മച്ചാനെ. എന്റെ പേര് പറഞ്ഞ് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ആളുകൾക്ക് റീൽസും സെൽഫിയൊക്കെയാ വേണ്ടത്. വന്ന് ആർക്കും എന്റെ മഹത്വം അറിയാതെയായി. ഞാനൊന്ന് രൂപം മാറിയപ്പോൾ എന്നെ അവർക്ക് തിരിച്ചറിയാൻ പോലും ആവാതെയായി. വന്നത് വന്നു. ഇക്കൊല്ലത്തെ ഓണം ഇന്ത്യയുടെ കൂടെ ഒരു കിൻഡൽ ഓണം ആയിക്കോട്ടെ. ഹായ്, പടക്കളം ടീമിന്റെ വക എല്ലാവർക്കും ഓണാശംസകൾ. തലയുടെ പ്രോഗ്രാമാണ്. അപ്പൊ തല നേരിട്ടിറങ്ങുന്നതാണ് പ്രോഗ്രാമിന്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ഇത് മിസ് ചെയ്യരുത്. ഇവിടെ കാണിക്കുന്ന കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ഇതിൽ നിങ്ങളിൽ ആരെങ്കിലുമായി സാദൃശ്യം തോന്നുകയാണെങ്കിൽ അത് സ്വാഭാവികം മാത്രം. ലോകത്തിൻ കഥയറിയാതെ, നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോ രാവിലെ 7:20. രാവിലെ 8:40. ടീം ആരവം. മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ഏകമുദ്ര. വിരൽ കണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് മുദ്ര. 2 വിരൽ. രാവിലെ 10:45. ടീം പടക്കളം. സ്കൂളിൽ പഠിക്കുമ്പോ സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:45. ടീം സാഹസം. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? എന്താ വെട്ടിക്കളയും? വൈകിട്ട് 4:40. ടീം ഓണം മൂട്. ഞാനങ്ങ് ചവിട്ടില്ല ടീച്ചറെ. എന്താ അവിടെ? എന്റെ കാലിലും ചവിട്ടി. അത് ഈ കുട്ടിക്ക് താളമില്ലാഞ്ഞിട്ടായിരിക്കും. താളം തെറ്റിച്ചത് ആ കുട്ടികളല്ല, കുട്ടിയാ. അത് ടീച്ചർ താളമിട്ടെന്റെ കുഴപ്പമായിരിക്കും. എനിക്ക് താളമൊക്കെ ഉണ്ട്. രാവിലെ 8:40. ടീം തല. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവള കടക്കുള്ളി ചിപ്പിവള കുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം 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 തേരോട്ടം. സൈലൻസ് സൈലൻസ് സൈലൻസ്. കപ്പ് കൊണ്ടുപോകാനുള്ള വ്യാമോഹമൊന്നും ആർക്കും വേണ്ട. അതിനു വേണ്ടിയൊരു സാഹസത്തിന് ആരും നിൽക്കുകയും വേണ്ട.
കഴിവില്ലാത്ത ഈ ഭീരുക്കളുടെ ആരവമല്ല ഇവിടെ വേണ്ടത്. ഒരു കാര്യം ഓർത്തോ, എവിടെ നിന്ന് പടയിളകി വന്നതാണെങ്കിലും ശരി, ആരൊക്കെ ഏതൊക്കെ മൂഡിലാണെങ്കിലും ശരി, ഒന്ന് മനസ്സ് വെച്ചാൽ വെടിക്കെട്ടുകാരന്റെ നായയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാനും ഞങ്ങൾക്കറിയാം. സഹൃദയരായ കലാസ്നേഹികളെ, അടുത്ത ഒരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. ഈ കഥയ്ക്കോ കഥാപാത്രങ്ങൾക്കോ ജീവിച്ചവരോ മരിച്ചവരോ ഇനി ജനിക്കാനിരിക്കുന്നവരോ ആയ ആർക്കെങ്കിലുമായി സാദൃശ്യം തോന്നിയാൽ അത് തികച്ചും യാദർച്ഛികമല്ല. ഒരു പ്രത്യേക അറിയിപ്പ്: വേദിയിലേക്ക് കടന്നുവരുന്ന വൈദ്യുത ദീപാലങ്കാരങ്ങളും വെളിച്ചവും അണച്ചു തന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഞങ്ങൾ തുടങ്ങട്ടെ. ചേച്ചി, എനിക്ക് നാളെ തന്നെ കിട്ടണം. എന്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് 3 ആഴ്ചയായി, അവര് ഇതുവരെ തന്നിട്ടില്ല. ഓണല്ലേ? നീ ഇതെങ്ങോട്ടാ? തന്നെ കളിക്കാൻ അങ്ങോട്ട്. പിന്നൂത്ത നാളെ ഓണാഘോഷം. ഹലോ എടാ, നാളെ ഓണാഘോഷം. നീ എന്നാ ബാക്കി സെറ്റാക്കണ്ടേ? നിങ്ങളുടെ സെറ്റാണോ? നമുക്ക് സെറ്റാക്കണ്ട്. ഗ്ലാസ് സോഡ, നാരങ്ങ, അച്ചാർ. നമുക്ക് റേറ്റ് കൂടുന്നുണ്ട്. ചേട്ടാ, ഒരു 300 രൂപയുടെ പോവും, 1000 ബിൽ. ആ, കാറ്ററിംഗ് ടീം അല്ലേ? അതെ. സദ്യക്ക് ഇപ്പൊ എന്താ റേറ്റ്? 200. 200? ആ, ഓക്കെ. അതെ, സദ്യ ഒരിലയ്ക്കും 300 വെച്ചാ പറഞ്ഞേക്കണേ. എല്ലാരും പൈസ പെട്ടെന്ന് ഇടണേ. അതെ, ഡ്രസ് കോഡ് 600 പറഞ്ഞേക്കണേ. ഞാനത് 500 ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പൈസ എല്ലാരും പെട്ടെന്ന് വന്നല്ലോ മുറ്റത്ത് മാവേലി, പൂവേ പൂവേ പുലി പൂവേ പൂക്കളമിട്ടല്ലോ. ഓണസദ്യ കേട്ടണ്ടേ, പായസം കൊറ്റണ്ടേ, പായസം കുച്ചിട്ട് ഊഞ്ഞാലിലടണ്ടേ. ഓണം വന്നല്ലോ, തിരുവോണം. പട്ടുപാവടൊക്കെ എടുത്ത് എന്റെ മുത്ത് സുന്ദരിയായിട്ടുണ്ട്. അപ്പൊ പട്ടുപാവട ഇട്ടില്ലെങ്കിലോ? അത് ഞാൻ ഇപ്പൊ എങ്ങനെ പറയാനാ? അരവിന്ദന്റെ കാര്യം. പിന്നെ അടുത്ത ഓണത്തിന് ഞാൻ ഈ കഴുത്തിൽ ഒരു താലി ചാർത്തും. അതെ, ഓണത്തിന് വേണ്ട, വിഷുവിന് മതി. അതെന്താ? എനിക്ക് പൂക്കളെക്കാളും ഇഷ്ടം പടക്കങ്ങളാണ്. ഇതിൽ ഏത് ലോട്ടറിയാണ് അടിക്കുക? വല്ല ഐഡിയ ഉണ്ടോ? എനിക്കതറിയാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരും. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. ഓണം, ഓണത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം പാറിയെത്തുന്നത് ഓണത്തുമ്പികളാണ്. ആരാ എന്താന്നൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാക്കി തരാം. ഇതുവരെ നീ കണ്ടതും കളിച്ചതെന്ന് കളി. ഇനി അങ്ങോട്ട് എങ്ങനെ കളിക്കേണ്ടതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അടുത്തതായി വരുന്നത് ടീം ഓണം മോഡ്. ഏത് മോഡ്?
ചേട്ടാ மூடு அத்தம் மூடு ஏது மூடு புக்கல மூடு ஏது மூடு முண்டு மூடு ஏது மூடு சாரி மூடு ஏது மூடு சத்திய மூடு ஏது மூடு பாயச மூடு ஏது மூடு பப்பட்ட மூடு ஏது மூடு ஒன மூடு ஏது மூடு அத்தம் மூடு ஏது மூடு புக்கல மூடு ஏது மூடு முண்டு மூடு ஏது மூடு சாரி மூடு ஏது மூடு சத்திய மூடு ஏது மூடு பாயச மூடு ஏது மூடு பப்பட்ட மூடு ஏது மூடு ஒளி மூடு ഓണാശംസകൾ ആശംസിക്കാൻ പ്രിയങ്കരനായ തലയുടെ വിളയാട്ടം വിചാരിച്ചവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഓണം മൂടിവിടെ തന്നിരിക്കുന്നു. ഓണം മൂടിന്റെ ഓണാശംസകൾ. ഇന്ന് ഞങ്ങൾ നേരും നെറിയുമുള്ള ഒരു സൗഹൃദത്തിന്റെ കഥ പറയുന്നു. ആത്മാർത്ഥ സുഹൃത്തിന്റെ നെഞ്ചത്ത് ആയുധം പായിക്കുന്ന മനുഷ്യത്വം മരവിച്ച ഈ തിന്മയുടെ കാലത്ത് നിന്ന് നന്മ നിറഞ്ഞ ആ പഴയ കാലത്തിലേക്ക് ഒരു സഞ്ചാരം. ഇത് ഒരു വെറും സൗഹൃദത്തിന്റെ കഥയല്ല, ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ കഥ, ഭരണാധികാരിയും പ്രജയും തമ്മിലുണ്ടാകേണ്ട ആത്മബന്ധത്തിന്റെ കഥ. നേരിന്റെയും നന്മയുടെയും ഈ സൗഹൃദ കാവ്യത്തിലേക്ക് പ്രേക്ഷകരെയും ഒപ്പം കൂട്ടി ഞങ്ങൾ ആരംഭിക്കുകയായി. ഇന്റൽ സാഹസം തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു സംഗീത നൃത്തനാടകം വാമന ചരിതം. വന്നിടുക ചാരത്തിക പാരിൽ തവ നേരുത്തവരാരുത്തര സാരസ്യ സാരമറിവതിന്നും ചാരത്തിക പാരിൽ തവ നേരുത്തവരാരുത്തര സാരസ്യ സാരമറിവതി നല്ല മാരസ്യ ലീലകൾ ചെയ്വതിന്നും. കുമാര, 3 ലോകവും മടക്കി ഭരിക്കുന്ന ഞാൻ നിനക്ക് 3 അടി മണ്ണ് ദാനമായി തരണമത്രേ. രസകരം തന്നെ. വിചിത്രമായ ഭിക്ഷയാണ് നീ ചോദിച്ചിരിക്കുന്നത്. ചക്രവർത്തി, ഈ ദാനം നാം അനുവദിക്കുന്നതല്ല. ഈ കുമാരൻ കപടവേഷധാരിയാണ്. ഭവതി, ദാനധർമ്മം എന്ന ചടങ്ങ് നടക്കട്ടെ. പവിത്രാം പവിത്ര പുണ്യമാം ഭൂമിദേവി ശ്രേഷ്ഠേ ധർമ്മം ജഗത്സ്വരൂപേ സർവസമർപ്പണം ഈ ഭൂമിദാനം.
ബലിചക്രവർത്തി, അങ്ങ് വാഗ്ദാനം ചെയ്ത മൂന്നാമത്തെ അടി വയ്ക്കുവാൻ എനിക്കിടം കാണുന്നില്ല. ധർമ്മത്തിന്റെ പ്രതീകമായ അങ്ങു തന്നെ എനിക്ക് അവകാശപ്പെട്ട മൂന്നാമത്തെ അടിയുടെ സ്ഥാനം നിർണയിച്ചാലും. ഇതാ ഞാൻ എന്റെ ശിരസ് നമിക്കുന്നു. ധർമ്മദാനത്തിന്റെ പ്രതീകമായ ബലിചക്രവർത്തി, അങ്ങയിൽ സംജാതമായിരിക്കുന്ന ധർമ്മം എന്നിലൂടെ വൈകുണ്ഠലോകം പ്രാപിക്കുന്നു. ഇന്നു മുതൽ പാതാളലോകമാണ് അങ്ങയുടെ വാസസ്ഥലം. വരുന്ന ഓരോ ആണ്ടിലും ഈ ദിനത്തിൽ പ്രപഞ്ചം നിലനിൽക്കുന്ന കാലത്തോളം അങ്ങയ്ക്ക് അങ്ങയുടെ പ്രജകളുടെ ക്ഷേമം ഗ്രഹിക്കുവാനായി ത്രിലോകങ്ങളിലും ശത്രുഭയമില്ലാതെ സഞ്ചരിക്കാം.